നമസ്കാരം. രവീസ് വ്ളോഗിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മനോരാജ്യത്തിൽ എന്തിനർത്ഥരാജ്യം സ്വപ്നം കാണണം എന്ന് പറയുന്നത് പോലെ സ്വപ്നം കാണുമ്പോൾ വളരെ വലുതായി കാണുക. ലോട്ടറി അടിക്കുമ്പോൾ ഒന്നാം സമ്മാനം തന്നെ നമുക്ക് അടിക്കണം എന്നതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ചിന്ത. അല്ലാതെ മൂന്നാം സമ്മാനം അടിച്ച് സംതൃപ്തിയടയിലല്ല നമ്മുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരള സംസ്ഥാനത്ത്, ഈ കൊച്ചു സംസ്ഥാനത്ത് ഇന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒന്നാമത് എന്ന് പറയിക്കുവാനുള്ള അവസരമുണ്ടാക്കിയതിൽ ഒരു ഘടകമാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്ന്. എന്നാൽ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികൾ ഒന്നൊന്നായി നമ്മൾ ഇവിടെ അതിനെ അഭിനന്ദനാർഹം എന്നൊക്കെ തന്നെ പറയുമ്പോൾ അതിൽ ഒരു ന്യൂനത എന്നതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്. കാലമിത്രയായിട്ടും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രയും 70 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വരെ കേരളത്തിൽ നടപ്പിലാക്കുവാൻ കഴിയാത്ത ഒന്നാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ലീവ് അനുവദിക്കുന്ന ഒരു വിഷയം. സർക്കാർ സർവീസിൽ ഇന്ന് വരെ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ ഉണ്ടെങ്കിൽ തന്നെ അതിൽ 50% സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് ഈ മെൻസ്ട്രുവേഷനുമായി ബന്ധപ്പെട്ട് ലീവ് അനുവദിക്കുകയോ അതിൻ്റെ ആനുകൂല്യം നൽകുകയോ ചെയ്യുന്നില്ല എന്നത് വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കർണാടകം, അതുപോലെ തന്നെ ഒഡീഷ, ബീഹാർ, ഇവിടങ്ങളിലൊക്കെ തന്നെ മെൻസ്ട്രുവേഷനുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ലീവ് അനുവദിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. എന്നാൽ കേരളത്തിൽ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം, ടെക്സ്റ്റൈൽ രംഗത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഇരിപ്പിടം എന്ന രീതിയിൽ ഒരു സ്റ്റൂള് അല്ലെങ്കിൽ ഒരു ചെയർ അവർക്ക് അനുവദിക്കുന്ന രീതിയിലേക്ക് സർക്കാർ നിലപാട് വന്നിട്ടുണ്ടായിരുന്നു, ഉത്തരവുകളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ വളരെ അഭിനന്ദനാർഹമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് ഒരു ന്യൂനതയായി എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനതിനെ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ന് സ്ത്രീകൾക്ക് ഈ കാലഘട്ടത്തിൽ, മെൻസ്ട്രുവേഷനുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന ഫിസിക്കൽ സ്ട്രെയിനും ഒപ്പം തന്നെ സൈക്കോളജിക്കൽ ഡിസ്കംഫർട്ടബിളും അനുസരിച്ച് അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് റെസ്റ്റ് വേണം എന്നതാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ വരണം എന്നതാണ് ഞാൻ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. തീയതി കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടുന്ന ഒന്നായിരുന്നു കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കിയ ഒരു ഉത്തരവ്. ആ ഉത്തരവെന്ന് പറഞ്ഞാൽ 33/2023 എന്ന് പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവ് ആ മേഖലയിൽ വരുന്ന വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സൗകര്യാർത്ഥം അവർക്ക് മെൻസ്ട്രുവേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ലീവ് അനുവദിക്കുന്ന ഒരു ഉത്തരവായിരുന്നു ചരിത്രപരമായ ആ ഉത്തരവ്. എന്നാൽ ആ ഉത്തരവ് സർക്കാർ മേഖലയിലോ അനുബന്ധപ്പെട്ട മറ്റ് മേഖലകളിലോ നടപ്പിലാക്കുവാൻ തയ്യാറാകാത്തത് തീർച്ചയായും നമുക്കിവിടെ പരിശോധന വിഷയമാക്കി തീർക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഡൺ.